ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എല്ലാ ദിവസവും നിറയെ പൂക്കൾ തരുന്ന ഈ ശ്രീലങ്കൻ മുല്ലച്ചെടിയുടെ കെയറിങ് ആൻഡ് റീപോട്ടിംഗ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടാണ് ശ്രീലങ്കൻ മുല്ലച്ചെടിയെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് നമുക്ക് ചട്ടിയിലാണെങ്കിലും നിലത്താണെങ്കിലും നട്ടുകൊടുക്കാം. ചട്ടിയിൽ നട്ടുകൊടുക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇത് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തുക. ഇല്ലെങ്കിൽ ഈ ചെടി നേരെ മുകളിലോട്ട് വളർന്നു പോയിട്ട് ഇതിന് ഒരു ചെടിക്കൊരു ബലക്കുറവായിട്ട് അത് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാനിപ്പോൾ ഗാർഡൻ സോയിലും അതുപോലെ തന്നെ കമ്പോസ്റ്റ് പൊടിയുമാണ് ഇതിൻ്റെ പോട്ടിംഗ് മിക്സറായിട്ട് എടുത്തിട്ടുള്ളത്. ഗാർഡൻ സോയിലും കമ്പോസ്റ്റ് പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഈ ചട്ടിയുടെ കാൽ ഭാഗം വരെ ഫിൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചെടി ഒന്ന് ഇതിലേക്ക് നട്ടുകൊടുക്കുന്ന സമയത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന ചെടിയിൽ എന്തെങ്കിലും കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക. ചെടികൾ എപ്പോൾ നടുമ്പോഴും നമ്മൾ അതിൻ്റെ വേര് പൊട്ടാതെ തന്നെ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി നടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റ് ചെടികളെ പോലെ ഇതിൻ്റെ പൂക്കളിൽ പുഴുക്കളുടെ ശല്യമോ അങ്ങനെ പ്രത്യേകിച്ചുള്ള കീടബാധകളൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്ക് ഈ ചെടി ഒന്ന് നനച്ചു കൊടുത്താൽ ഇതിൻ്റെ ലീവ്സും ഫ്ലവേഴ്സും എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും.